വിഭിന്നമല്ല അവസ്ഥ. UDF അലയടിച്ചിരിക്കുന്നു. UDF കൊടുങ്കാറ്റ് വീശിയിരിക്കുകയാണ്. സംസ്ഥാനത്തെങ്ങും കൈക്കരുത്ത് കാട്ടിയിരിക്കുന്നു. കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്നു കേരളത്തെ. LDF 2020 ആഞ്ഞടിച്ച അതേ ഒരു തരംഗം ഇത്തവണ UDF ആ തരംഗം UDF തീർത്തിരിക്കുന്നു എന്നുള്ളതും കൂടിയാണ്. അതോടൊപ്പം NDAയെ സംബന്ധിച്ചും തങ്ങളുടെ സാന്നിധ്യം, തങ്ങളുടെ വോട്ട് നിലയൊക്കെ മെച്ചപ്പെടുത്തിയൊരു സാഹചര്യമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ അങ്ങ് തിലകമണിയിക്കാൻ ഒരുങ്ങുകയാണ് BJP NDA എന്നുള്ളതും കൂടിയാണ്. ജില്ലാ പഞ്ചായത്തിൽ UDF മുന്നിലാണ് എന്നുള്ള വിവരങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നു. ആഘോഷങ്ങൾ പല ഭാഗങ്ങളിലും തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതും കൂടിയാണ്. ഉണ്ണി, എനിക്ക് തോന്നുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ സ്വീകരിച്ച ആ ഒരു നിലപാടായിരിക്കണമല്ലേ ഈ ഒരു വിജയത്തിന് പിന്നിൽ? എന്തായാലും UDFന്റെ വലിയ ആത്മവിശ്വാസം അവർ എല്ലാ കാലത്തും എല്ലാ വിഷയങ്ങളും ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടായി എന്നതാണ് പറയേണ്ടത്. കൃത്യമായി നിലപാട് സ്വീകരിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞു എന്നതാണ് ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ട ഒരു കാര്യം. അതിൽ വലിയ രീതിയിൽ പ്രതിരോധത്തിലായ ഒരു വിഷയം തന്നെയാണ് കാളിദാസ് സൂചിപ്പിച്ച പോലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയം. അത് പരാതി വരുന്ന സാഹചര്യം, നടപടിയെടുക്കുന്ന സാഹചര്യം, ഇതെല്ലാം തന്നെ UDF നേതൃത്വത്തെ ആകെ പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയെല്ലാം തന്നെ കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ UDFന് കഴിഞ്ഞു എന്നത് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അത് ഒരുപക്ഷെ വോട്ടായി മാറിയതാകാം എന്നാണ് നമുക്ക് കരുതാൻ കഴിയുന്ന ഒരു കാര്യം. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം പറയുന്നത് ഈ നമ്മുടെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത്, അത് ഒരു ഘട്ടത്തിൽ അത് LDFനൊപ്പം ചേർന്ന ഒരു പഞ്ചായത്തായിരുന്നു. അത് തിരിച്ചു പിടിച്ചിരിക്കുന്നതാണ് പറയുന്നത്. വലിയ രീതിയിലുള്ള പരിഹാസമെല്ലാം തന്നെ ഒരു ഘട്ടത്തിൽ അവിടെ തെരഞ്ഞെടുപ്പ് കാലത്തെല്ലാം തന്നെ ഉണ്ടായെന്നതാണ് പറയേണ്ടത്. ആ ഒരു ഘട്ടത്തിൽ വലിയ രീതിയിൽ തന്നെ